നമ്മുടെ രാജ്യമായ ഇന്ത്യ ഇന്ന് അതിൻ്റെ 79ാം സ്വാതന്ത്ര്യ ദിനം വളരെ ആർഭാടപൂർവ്വം ആഘോഷിക്കുകയുണ്ടായി. ഇന്ത്യ വികസനത്തിൻ്റെ പാതയിലാണ് എന്ന് ഇന്ത്യയുടെ നേതാക്കന്മാരൊക്കെ വളരെ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. എൻ്റെ അറിവിൽ വികസനത്തിൻ്റെ പാത വെട്ടിത്തുറന്നത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അത് തുടക്കം കുറിച്ചത് ശ്രീ നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹം ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്താണ്. ഗ്ലോബലൈസേഷൻ്റെ തുടക്കം അവിടെയാണ്. അവിടെ മുതലാണ് ഇന്ത്യ സാമ്പത്തികമായിട്ട് കുതിച്ച് വളരാനായിട്ട് തുടങ്ങിയത്. എന്നാൽ ശ്രീ നരേന്ദ്രമോദിയുടെ സമയം നല്ലതായിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് തുടങ്ങിവെച്ച പ്രയത്നങ്ങളുടെയൊക്കെ സൽഫലം ആസ്വദിക്കാൻ നരേന്ദ്രമോദിജിക്ക് സാധിച്ചു. അത് നല്ല കാര്യമാണ്. വികസനത്തിൻ്റെ പാതയിൽ കൂടെ ഇന്ത്യയെ കുറേ ദൂരം കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായൊരു കാര്യം തന്നെയാണ്. എന്നാൽ വികസനം എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ്? കുറച്ച് റോഡുകൾ കൂടുതൽ നിർമ്മിക്കുന്നത് കൊണ്ടോ, കെട്ടിടങ്ങൾ ധാരാളം പണിതുയർത്തുന്നത് കൊണ്ടോ, ധാരാളം ഫാക്ടറികളൊക്കെ സ്ഥാപിക്കുന്നത് കൊണ്ടോ, പണം ഇവിടേക്ക് കുമിഞ്ഞു കൂടുന്നത് കൊണ്ടോ അതിനെ നമുക്ക് വികസനം എന്ന് വിളിക്കാമോ? ഒരു ഭാഗത്ത് വികസനം സംഭവിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് അതിന് ബദലായിട്ട് അതിനെല്ലാം തകർക്കുന്ന പ്രവണതകളും ഇവിടെ ഇല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാൽ ബാംഗ്ലൂർ SMVT റെയിൽവേ സ്റ്റേഷൻ, നല്ല എയർപോർട്ട് പോലെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ, വളരെ ഭംഗിയായിരുന്നു അത് കാണാൻ. ഇന്ന് അവിടെ നമ്മൾ ചെന്നാൽ മുറുക്കിത്തുപ്പി ചോമ്പിച്ച് വെച്ചിരിക്കുന്ന കാഴ്ച എല്ലായിടത്തും കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ മനുഷ്യൻ്റെ മനസ്സിൽ വികസനം അല്ലെങ്കിൽ സിവിലൈസേഷൻ വരാതെ എന്തെല്ലാം നിർമ്മാണ പദ്ധതികൾ ഇവിടെ ആസൂത്രണം ചെയ്താലും അതിനെ പൂർണ്ണമായിട്ടും വികസനം എന്ന് വിളിക്കാൻ നമുക്ക് കഴിയത്തില്ല. കാരണം ഒരു ഭാഗത്ത് വികസനം നടക്കുമ്പോൾ അതിനെ നശിപ്പിക്കുന്ന പ്രവണതകൾ മറ്റു ഭാഗത്തുണ്ടാകും. അതുകൊണ്ട് വികസനം എന്നതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കേണ്ടത് ഹൃദയത്തിന് ഉണ്ടാകുന്ന ഒരു സിവിലൈസേഷൻ അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണം അല്ലെങ്കിൽ ഒരു പുരോഗമന ആശയം എന്നാണ്. നമുക്ക് ഒരുപാട് റോഡുകളും റെയിൽവേ സ്റ്റേഷനുകളും എയർപോർട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും ഇതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ നമ്മുടെ ജനങ്ങൾക്ക് കഴിയണം. അതിന് വേണ്ട ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഈ വിദ്യാഭ്യാസം എവിടെ എത്തി നിൽക്കുന്നു? ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസം അതിൻ്റെ നല്ല ഫലങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? ഇന്നും എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ സാധിക്കാത്ത എത്രയോ ലക്ഷം കുഞ്ഞുങ്ങളുണ്ട്. അവരെ സ്കൂളിൽ വിട്ടാൽ അവരുടെ വീട്ടിൽ ആഹാരം ഇല്ലാതായി പോകും, അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാതാകും എന്ന് ചിന്തിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വെല്ലുവിളികളായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ജാതി മത സ്പർദ്ധ അതിന് കുറവ് വന്നിട്ടുണ്ടോ? ഈ 78 വർഷത്തെ ഈ സ്വതന്ത്ര ഭാരതം എന്ന് വിളിക്കുന്ന ഈ 78 വർഷത്തെ അനുഭവത്തിൽ എല്ലായിടത്തും വിദ്യാഭ്യാസം എത്തിക്കാൻ സാധിച്ചിട്ടില്ല, കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടില്ല, നല്ല വീടുകൾ, പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ പിന്നോക്കക്കാർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളുടെ വീടുകളൊക്കെ വളരെ വളരെ ഇപ്പോഴും മോശമായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുൻപോട്ട് പോയാൽ വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഖേദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മതത്തിൻ്റെ കാര്യം പറഞ്ഞ് ക്രിസ്ത്യൻ വിശ്വാസികളെ ധാരാളം ഉപദ്രവിക്കുന്നുണ്ട്.
പക്ഷേ നിങ്ങൾ കേരളത്തിൻ്റെ ചരിത്രം ഒന്ന് പഠിക്കുക. കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണ്. വിദ്യാഭ്യാസപരമായിട്ടായാലും പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ കാര്യമായാലും സംസ്കാരത്തിൻ്റെ കാര്യമായാലും അറിവിൻ്റെ കാര്യമായാലും ഒക്കെ വളരെ മുൻപിലാണ്. ഇതിന് കളമൊരുക്കി തന്നത് ഇവിടെ കടന്നു വന്ന ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അവർ ഇട്ടു തന്ന വിദ്യാഭ്യാസത്തിൻ്റെ ആ അടിസ്ഥാനം, അതിലാണ് പിന്നീട് ഗവൺമെൻറ് കാര്യങ്ങൾ പടുത്തുയർത്തിയിരിക്കുന്നത്. ആ ക്രിസ്ത്യൻ മിഷണറിമാർ കേരളത്തിൽ വന്നതുകൊണ്ടും പ്രവർത്തിച്ചതുകൊണ്ടും അവർക്ക് അനുകൂലമായൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടും ഇവിടെ നല്ല ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അതിന് അടിസ്ഥാനമിടാൻ സാഹചര്യമുണ്ടായി. ആരോഗ്യരംഗത്തും കേരളം മുൻപിൽ തന്നെയാണ്. കേരളത്തിൽ നിന്ന് പോയ നഴ്സുമാരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ ഉദാത്തമായ ശ്രേഷ്ഠമായ സേവനം കാഴ്ചവെക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിജിയോട് പറയാനുള്ളത്, അദ്ദേഹത്തിനോട് എനിക്ക് നേരിട്ട് പോയി പറയാനുള്ള യാതൊരു ആക്സസുമില്ല. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഈ ആശയം അദ്ദേഹത്തിന് പകർന്നു കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. ഇന്ത്യയുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഈ രണ്ട് കാര്യങ്ങൾ ഒരു പരീക്ഷണാർത്ഥം, ഒരു 5 വർഷത്തെ പരീക്ഷണാർത്ഥം നിങ്ങൾ ക്രിസ്ത്യൻ സഭയെ ഏൽപ്പിക്കുക. 5 വർഷം കൊണ്ട് ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലും വിദ്യാഭ്യാസം എത്തും. ഇടയ്ക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന കുട്ടികളൊന്നും ഉണ്ടാകത്തില്ല. ഇന്ത്യയിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല വിദ്യാഭ്യാസം കിട്ടും. അതുപോലെ ആരോഗ്യരംഗം മെച്ചമായിട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഇന്നത്തെ ഒരുപാട് രോഗങ്ങൾ തന്നെ ഇല്ലായ്മ ചെയ്യാൻ അത് സാധിക്കും. ഒരു 5 വർഷത്തേക്ക് ഈ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന ജോലി, ആരോഗ്യ മേഖല, ഇത് നിങ്ങൾ ക്രൈസ്തവ സഭയെ ഏൽപ്പിക്കുക. ഒരു വെല്ലുവിളിയായിട്ട് ഇതെടുക്കുക. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഡെവലപ്ഡ് ഇന്ത്യയാണ്. ആ ഡെവലപ്ഡ് ഇന്ത്യക്ക് ഏറ്റവും സഹായകം ആയി തീരുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ജോലി ക്രൈസ്തവ സഭയെ ഏൽപ്പിക്കുക. ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, ഇതൊക്കെ റൺ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ക്രൈസ്തവ സഭയെ ഏൽപ്പിക്കുക. 5 വർഷം കൊണ്ട് നല്ല നേട്ടം ഇന്ത്യയിലുണ്ടാകും. ഇന്ത്യ ഒരു യൂറോപ്പായിട്ട് അല്ലെങ്കിൽ ഒരു അമേരിക്കയായിട്ട് മാറും. ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാമോ? ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരൊന്നും ആഹാരവും പൈസയും തേടി വന്നവരൊന്നുമല്ല. യേശു ക്രിസ്തു ആരാണെന്ന് അവർ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടാണ് അവർ ക്രൈസ്തവ സഭയിലേക്ക് വന്നത്. അതുകൊണ്ട് BJP എന്ന ആ ചുരുക്കെഴുത്തിന് നിങ്ങൾ ഒരു പൂർണ്ണരൂപം കൊടുക്കാൻ, അത് നിങ്ങൾ തന്നെ കൊടുക്കുക. ബിലീവ് ഇൻ ജീസസ് ഫോർ പ്രോസ്പെരിറ്റി. ബിലീവ്, J ഫോർ ജീസസ്, P ഫോർ പ്രോസ്പെരിറ്റി, BJP, ബിലീവ് ഇൻ ജീസസ് ഫോർ പ്രോസ്പെരിറ്റി എന്നൊരു പൂർണ്ണ രൂപം നിങ്ങൾ കൊടുത്തിട്ട് ജനങ്ങളെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, യേശുക്രിസ്തു പറഞ്ഞ അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ തന്നെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇന്ത്യ എത്രമാത്രം വികസിക്കും എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, ഇന്ത്യയെ ഒരു 100 വർഷം 150 വർഷം പുറകോട്ട് കൊണ്ടുപോകാൻ ഉത്സാഹിക്കുന്ന VHP, ബജ്റാങ് ദൾ മുതലായ ക്ഷുദ്രജീവികളെ കുറച്ച് നാളത്തേക്ക് നിയന്ത്രണത്തിൽ നിർത്തുക. അവരെ ഇല്ലായ്മ ചെയ്യണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, അവരെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഈ വളർച്ച മുരടിച്ച അവസ്ഥയ്ക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാകും. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, താങ്കൾ ക്രൈസ്തവ സഭയെ ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിക്കൂ. ഇന്ത്യ വികസിത അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് നേഷനായിട്ട് എത്രയും വേഗം മാറും. ഇത് സംശയമില്ലാത്ത ഒരു കാര്യമാണ്. ഒരു വെല്ലുവിളിയായിട്ട് നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും ഏറ്റെടുക്കുക. ഇന്ത്യ ജയിക്കട്ടെ.